നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കെ മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ LDF ശ്രമിച്ചിരുന്നുവെന്ന് സൂചിപ്പിച്ച മന്ത്രി ജി സുധാകരൻ. LDFനെ കേട്ടിരുന്നുവെങ്കിൽ മാണി സ്വപ്നം കാണാൻ പറ്റാത്ത പദവിയിലെത്തിയേനെ എന്ന് ജി സുധാകരൻ നെടുങ്കണ്ടത്ത് പറഞ്ഞു. ഇടക്കാല പദവിയാണെങ്കിലും മാണിയുടെ ചിന്തകൾക്കും അപ്പുറത്തായിരുന്നു അതെന്ന് മന്ത്രി പറഞ്ഞു. വിവാദമായതിനെ തുടർന്ന് മാണിയെ മുഖ്യമന്ത്രിയാക്കിയേനെ എന്നല്ല താൻ ഉദ്ദേശിച്ചതെന്ന് സുധാകരൻ വിശദീകരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു LDF കെ എം മാണിയെ സമീപിച്ചത്. മാണി അത് കേട്ടിരുന്നുവെങ്കിൽ സ്വപ്നം കാണാനാകാത്ത പദവിയിൽ എത്താൻ കഴിയുമായിരുന്നു. ഇടക്കാലത്തേക്ക് കിട്ടുന്ന പോസ്റ്റായിരുന്നുവെങ്കിലും അത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നുവെന്ന് ജി സുധാകരൻ പറഞ്ഞു. 2012 കെ എം മാണിയെ പറ്റി നിയമസഭയിൽ നടത്തിയ പ്രസംഗം ജി സുധേത്ത് മാണി CPM ധാരണ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെ മന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. കെ എം മാണിയെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചൂടുള്ള ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസ്; ജോസഫ് വാഴക്കൻ, കോൺഗ്രസ്; PC ജോർജ്, കേരള കോൺഗ്രസ്; ജനപക്ഷം A വിജയരാഘവൻ, CPIM; കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിൽ ഈ ചർച്ചയ്ക്കുള്ളത്. ആദ്യം ശ്രീ PC ജോർജ്, വീണ്ടും ഒരു സൂചന കൂടി വന്നിരിക്കുന്നു. കെ മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞ ഭരണകാലത്ത് ശ്രമിച്ചിരുന്നു എന്ന്. താങ്കളാണ് അതിൻ്റെ ഇടനില വഹിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം താങ്കൾ പറയുകയുണ്ടായി. കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അതായത് സുധാകരൻ സഖാവ് ഇന്ന് പറഞ്ഞതിനകത്തൊരു ചെറിയ പിഴച്ചുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ശ്രീ കെ എം മാണി മുഖ്യമന്ത്രിയാക്കാൻ ഇടതുപക്ഷം സമ്മതിച്ചത്. CPM മാത്രമല്ല, CPI എല്ലാ നേതാക്കന്മാരും സമ്മതിച്ചതാണ്. അതൊരു സത്യമാണ്. ഞാൻ മാണി ആവശ്യപ്പെട്ട് ഞാൻ തന്നെയാണ് ഈ കാര്യത്തിന് CPM. PC ജോർജ്, ഒരിക്കൽ താങ്കൾ പറഞ്ഞ കാര്യമാണത്. പക്ഷെ പറയാത്തൊരു കാര്യം, ആരോടാണ് സംസാരിച്ചത്, ആരെയാണ് ഫോൺ വിളിച്ചത് എന്നതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് അന്നേ ഞാൻ പറഞ്ഞാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ആയതിൻ്റെ ഐസ്യങ്ങൾ പുറത്ത് പറയാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് എന്നെ വിശ്വസിക്കുമോ? അപ്പോൾ എൻ്റെ വിശ്വാസ്യത താർക്കാൻ, മാണിക്ക് വേണ്ടി എൻ്റെ വിശ്വാസ്യത താർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിൻ്റെ വിശദാംശത്തിൽ കടക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, CPMന്റെ ഏറ്റവും സമ്പന്നതനായ നേതാക്കന്മാർ 3 പേർ വളരെ മൂന്നല്ല 4 പേർ വ്യക്തമായി ബന്ധപ്പെട്ടിരുന്നു. CPIയുടെ നേതാക്കന്മാർ ഇന്ന് കാനമായിരുന്നില്ല അന്ന് പാർട്ടിയുടെ സെക്രട്ടറി. CPIയുടെ നേതാക്കന്മാരെ ഞാൻ അവരുടെ MN സ്മാരകത്തിൽ പോയി കണ്ട് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനം നാളെ രാവിലെ 9 മണിക്ക് ചർച്ച ചെയ്യുന്നത്. അതായത് മാണിയുടെ മകന്റെ ഭാര്യയും കൂടെ ഈ വൃത്തികേട് കാണിച്ചില്ലായിരുന്നെങ്കിൽ മാണി 3 അല്ല 4 ദിവസത്തിനകം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യായിരുന്നു. ഒരു സംശയം വേണ്ട. അത് തകർത്തത് മാണിയുടെ മകനും മകന്റെ ഭാര്യയും കൂടാണ്. CPMന്റെ 4 പേരെന്ന് പറയുമ്പോൾ ഏതെങ്കിലും 4 പേര് പോയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ കാര്യമില്ലല്ലോ. ഞാൻ വളരെ വ്യക്തമാണ്. സമുന്നതരായ എന്ന് പറയുമ്പോൾ അത് കൂടെ എന്താ പറയുന്നത്? സമുന്നതരായ എന്ന് പറയുമ്പോൾ പല മുതിർന്ന നേതാക്കളെയും നമ്മൾ സമുന്നതർ എന്ന് വിളിക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിളിക്കാം, ഞാനത് തർക്കത്തിനില്ല. പക്ഷെ സമുന്നതരായ, അതൊരുമാതിരി ബോധമുള്ളവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്. ആർക്കും ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ബാർഗോഴയാണ്. അപ്പോൾ ബാർഗോഴ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ സൃഷ്ടിച്ചെടുത്തതാണോ? സൃഷ്ടിച്ചെടുത്തതല്ല, മാണി കാശ് മേടിച്ചതാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പാടില്ല, കേരളത്തിലെ ജനങ്ങൾക്കും അറിയാമല്ലോ. മാണി കാശ് മേടിച്ചെന്നുള്ള സത്യം ആർക്കും അറിയില്ലാത്തത്. അപ്പൊ പിന്നീട് അതൊരു വാർത്തയായി ചർച്ചയായി വന്നു എന്നുള്ളതാണ് പ്രശ്നം. മാണി കാശ് മേടിച്ച 418 വാറ് പൂട്ടിക്കഴിയുമ്പോൾ അത് തുറക്കാൻ വേണ്ടി അവരോട് 1 ലക്ഷം രൂപ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ 312 ബാറുകാർ നോക്കിയപ്പോൾ അവർക്ക് വളരെ സുഖം, 418 പൂട്ടിപ്പോയല്ലോ. അപ്പൊ ഇരട്ടി വരുമാനമായി 312 ബാറുകാർ. അവർ തീരുമാനിച്ചെന്താ, അപ്പൊ ഇത് 418 തുറക്കാതിരിക്കാൻ കൈക്കൂലി കൊടുക്കാതെ വെച്ച് മാണിക്ക്, എൻ്റെ അറിവ് ശരിയാണ്, 3 കോടി രൂപ മാണിയുടെ മകൻ തന്നെ എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള റിസോർട്ടിൽ വെച്ച് മേടിച്ചു. അതൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ. ദയവായി തുടരുക. ഈ ചർച്ചയിൽ പൂർണ്ണമായും താങ്കൾ ഉണ്ടാകണം. ശ്രീ ജേക്കബ് ജോർജ്, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്നാണെന്ന് തോന്നുന്നു നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു വീഴുകയായിരുന്നു. PC ജോർജ് ഇക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട്. PC ജോർജ് ഏത് നേതാവുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചില്ല. ആരെയാണ് ആ നേതാവിനൊത്ത് ഫോൺ വിളിച്ചത് എന്ന് പറഞ്ഞില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇന്നിപ്പോൾ ജി സുധാകരൻ നെടുങ്കണ്ടത്ത് പറയുന്നത് മാണി സാറ് ചിന്തിക്കാൻ കഴിയാത്ത
ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ആ പോസ്റ്റ് വേണ്ട എന്ന് വെച്ചതാണ് എന്നാണ്. അപ്പോൾ ഇതൊരു ഔദ്യോഗിക സ്ഥിരീകരണമായി കാണേണ്ടതുണ്ടോ? അല്ല, ഒന്നാമത് പഴയ കാര്യം, പിന്നെ രണ്ടാമത്തെ കാര്യം നടക്കാത്ത കാര്യം, ഇനി നടക്കാൻ പോകുന്നുമില്ല. രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ നമ്മളത് വലിയ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നതിനകത്ത് വലിയ റെലവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അന്നത്തെ രാഷ്ട്രീയം ആ വഴിക്ക് നീങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം തന്നെ വേറൊരു ഗതിയിലേക്ക് കടക്കുമായിരുന്നു. മാണി ഇങ്ങേപ്പുറത്ത് വരിക, മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് UDF ഗവൺമെൻറ് തകരുന്നു. തകരാതെ പറ്റില്ലല്ലോ, UDF ഗവൺമെൻറ് തകരുന്നു, ഇടതുപക്ഷം പിന്തുണ കൊടുത്തും കൊണ്ട് KM മാണി മുഖ്യമന്ത്രിയാവുന്നു. കേരള കോൺഗ്രസിൻ്റെ ഒരു നല്ല കാലം 65-ലെ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടത്തിന് ശേഷം കേരള കോൺഗ്രസിൻ്റെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വാഴുക എന്ന് പറയുന്ന ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് പറയാം. പക്ഷേ അതൊരു വലിയ സ്വപ്നമായിരുന്നു, ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ പടിവാതിക്കലെത്തി. എൻ്റെ അടുത്ത് ആനന്ദ് രാജു ഇരിപ്പുണ്ട്. ആ സമയത്തൊക്കെ ആനന്ദ് രാജുവും ഞാനും കൂടെ ദിവസവും സംസാരിക്കുമായിരുന്നു. രാജുനോട് ഞാൻ ചോദിക്കാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാം. ആൻഡ്രാജു ഒരു ദിവസം പറഞ്ഞത് മാണി സാർ അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്, ആ മോന് സമ്മതിക്കുന്നില്ല എന്നാണ്. ആ മകൻ ജഗിജ് പറഞ്ഞ മകനോടൊന്ന് പറ എന്ന് വരെ ഒരു ദിവസം പറഞ്ഞു. ഞാൻ പറഞ്ഞേ നമുക്കത് പറ്റുകയില്ല, നമുക്ക് മാണി സാറുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്, പക്ഷേ ഈ രാഷ്ട്രീയം ഇത് പറയാനും മാത്രമുള്ള സ്വാതന്ത്ര്യമില്ല. ജോസ് കെ മാണിയോട് ഇതൊക്കെ പറയുക, എന്നിട്ട് ജോസ് കെ മാണി സമ്മതിക്കണം, അപ്പൻ മുഖ്യമന്ത്രിയാകുന്ന കാര്യമാണ്, നിങ്ങൾ സമ്മതിക്കണം എന്നൊക്കെ ജോസ് കെ മാണിയോട് പറയുക എന്നുള്ളത് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറയാൻ പറ്റുന്ന കാര്യമല്ല തീർച്ചയായിട്ടും. ആന്റണി രാജു, PC ജോർജ് പറഞ്ഞത് ജോസ് കെ മാണിയെ രാഹുൽ ഗാന്ധി അടുത്ത മന്ത്രിസഭ, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന മന്ത്രിസഭ തങ്ങളുടേതായിരിക്കും, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മന്ത്രിസഭയായിരിക്കും, അവിടെ സഹമന്ത്രിയാക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട് ജോസ് കെ മാണി വിശ്വസിച്ചു. അതുകൊണ്ടാണ് 4-ാം ദിവസം കെ മാണി മുഖ്യമന്ത്രിയാകുമായിരുന്നത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ജോസ് കെ മാണിയും കുടുംബവും നടത്തിയത്. അതാണ് PC ജോർജിൻ്റെ ഭാഷ്യം, എൻ്റെതല്ല. അല്ല, PC ജോർജ് ഈ കാര്യത്തിൽ ഒരുപാട് മുമ്പോട്ട് പോയ ഒരാളാണ്. അതിനകത്ത് പാർട്ടി ഔദ്യോഗികമായൊരു തീരുമാനമെടുത്ത് ആരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ല എങ്കിലും ശ്രീ KM മാണിയും PC ജോർജുമായിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ശ്രീ PC ജോർജ് ഈ കാര്യത്തിൽ അതിവേഗം ബഹുദൂരം സഞ്ചരിച്ച ഒരാളാണ് ശ്രീ PC ജോർജ്. പക്ഷേ എന്തുകൊണ്ടാണ് നടക്കാത്തതെന്നുള്ളത് ശ്രീ PC ജോർജ് തന്നെ വിശദീകരിക്കുമ്പോൾ അത് അസത്യമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ അതിനേക്കാൾ പ്രധാനം, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ശ്രീ G സുധാകരൻ നടത്തിയ പ്രസ്താവന ഇതിനു മുമ്പ് ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും വരാത്ത ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. ഇതിനു മുമ്പ് ഇങ്ങനെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വാർത്തകൾ സജീവമായി അന്തരീക്ഷത്തിൽ പ്രചരിച്ചപ്പോഴും അതിനെക്കുറിച്ചൊന്നും തന്നെ ഓൺ ചെയ്യാനായിട്ട് അന്ന് CPM-ൻ്റെ ഒരു നേതാവും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും വളരെ സമുന്നതനായ മന്ത്രിയുമായ ശ്രീ G സുധാകരൻ ഇത്തരം ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്താണ്, അദ്ദേഹം നടത്തിയതോടുകൂടി തന്നെ അങ്ങനെ ശ്രീ ജോർജ് പറഞ്ഞതിന് കുറെ കൂടി ഒരു വിശ്വാസ്യത കൈവരുന്നോ എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ശ്രീ G സുധാകരൻ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ മുഖ്യമന്ത്രി അല്ല എന്ന് ഉദ്ദേശം അദ്ദേഹം മാറ്റി പറഞ്ഞെങ്കിലും, പക്ഷേ ആദ്യം കേട്ട ധ്വനിയിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു സ്ഥാനം കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയായിരുന്ന ഒരാൾക്ക് കിട്ടാവുന്ന സ്ഥാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി സ്ഥാനമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ആ വിഷയത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നൊരു സംശയം മാറി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഒരു ഘട്ടത്തിൽ ഇത് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണോ ഈ സ്ഥാനം കിട്ടേണ്ടിരുന്നത് ആ ശ്രീ KM മാണിയുമായി ബന്ധപ്പെട്ട ചുറ്റിപ്പറ്റിയുള്ള കേന്ദ്രങ്ങൾ, അത് ചരിത്രപരമായൊരു വിഡ്ഢിത്തമാണ് ശ്രീ KM മാണിയുടെ ചുറ്റും നിന്നവർ അന്ന് കൈക്കൊണ്ടത്. എല്ലാ MLA-മാരും ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് G സുധാകരൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാണി സാറ് ഞങ്ങൾ പറയുന്നത് കേട്ടിരുന്നു എങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു പോസ്റ്റ് കിട്ടുമായിരുന്നു എന്ന് പറയുമ്പോൾ
മാണി സാറിന് എന്താ ചിന്തിക്കാൻ കഴിയാത്ത പോസ്റ്റ്, അല്ലെങ്കിൽ മാണി സാറിന് ഇനി ആവശ്യമുള്ള പോസ്റ്റ്? അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം മാത്രമാണ്. അപ്പോൾ ആ നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഉദാഹരണത്തിന് താങ്കൾ തന്നെ മാണിക്കെതിരെ ബാർകോഴ ആരോപണം വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും നേരിടുന്ന വിമർശനങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിനപ്പുറത്തേക്ക് ഇത് മാധ്യമങ്ങൾ ഊതി വീർപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബാറുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുക എന്നുള്ളത് സാധാരണ കാര്യമാണ്. മാണി സാർ ആ സമയത്ത് അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവുകയോ വാങ്ങിയിട്ടില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമാണ് എന്ന നിലയിലാണ് താങ്കൾ അടക്കമുള്ളവർ പ്രതികരിച്ചതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും ഓർമ്മ. അപ്പോൾ ആ നിലയിൽ ആ വിഷയത്തിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് നിങ്ങളുടെ പാർട്ടിക്കാരാണ് എന്നല്ലേ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ കാണുമ്പോൾ? കാരണം മാണിയെ സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്നതിൽ പ്രതിരോധിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ വീഴും. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി ഇറക്കുമതി ചെയ്ത ആരോപണമായിരുന്നു ബാർകോഴ ആരോപണം. മാണി പണം വാങ്ങിയിട്ടുണ്ടാവും, പക്ഷേ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് ജോസഫ് വാഴക്കനെ പോലുള്ളവർ അന്ന് പറഞ്ഞതോടുകൂടി, പക്ഷേ അതിന് കൂടുതൽ ഗൗരവം നൽകി വലിയ തരത്തിൽ ചർച്ചയുണ്ടാക്കി മാണിയെ തനിക്കാക്കി വെടക്കാക്കണം എന്നത് ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ ആവശ്യമായിരുന്നു. ശ്രീ ജി സുധാകരന് സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ്, സത്യം പറയുന്ന ഒരാളാണ്, സത്യം വിളിച്ചു പറയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശ്രീ കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു എന്നുള്ളതും അതിനുവേണ്ടി നടത്തിയ ചർച്ചകൾ നടത്തിയെന്നും പറയുന്നു. അവിടെ പി സി ജോർജ് അവകാശപ്പെടുന്നുണ്ട് പി സി ജോർജ് മുഖേനയാണെന്ന്. മറ്റ് ചില ആളുകൾ പറയുന്നു അതെല്ലാം മറ്റ് CPM-ൻ്റെ മറ്റ് നേതാക്കന്മാരുമായി നേരിട്ടാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് അന്ന് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അത് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കേരള കോൺഗ്രസിനെ ഒന്നിച്ച്, പ്രത്യേകിച്ച് ശ്രീ PJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്പീഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അതിനിടയിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഈ ബാർകോഴ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം യാദൃച്ഛികമായി വന്നു പെട്ടതാണ്. ബിജു രമേശ് ഒരു ചാനൽ ചർച്ചയിൽ ഉന്നയിച്ച ഒരു ആരോപണമാണ് പിന്നീട് അത് വലിയ ആരോപണമായി കത്തി ഈ കേരള രാഷ്ട്രീയത്തിൽ പടർന്നത്. അവിടെ ഏതായാലും ബിജു രമേശ് കോൺഗ്രസിൻ്റെ ആളൊന്നുമല്ലല്ലോ, കോൺഗ്രസിൻ്റെ ഏജൻ്റൊന്നും അല്ലല്ലോ. പിന്നെ അതൊക്കെ കെ എം മാണി സ്വമേധയാ വീണ ഓരോ കുഴികളാണ്. അതിനകത്ത് കോൺഗ്രസിനൊരു ഉത്തരവാദിത്വമുള്ള കാര്യമല്ല. അതായത് കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ UDF സർക്കാരിൽ ഇരുന്നു കൊണ്ട് തന്നെ ശ്രമിച്ചിരുന്നതായി കോൺഗ്രസിന് വിവരമുണ്ടോ? അല്ല, അന്ന് പിന്നെ പല മേഖലകളിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടിയാൽ അത്തരം അവസരങ്ങളൊക്കെ ഉപയോഗിക്കാൻ വളരെ മിടുക്കനാണ് എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ടൊരു പക്ഷേ അദ്ദേഹം അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് അതിനോട് അങ്ങോട്ട് അകലം പാലിക്കാതെ കോൺഗ്രസിന് അക്കാര്യത്തിൽ ജോസഫ് വാഴക്കൻ അന്ന് MLA ആണല്ലോ, ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തലയുമായി അടുത്ത് ഇടപഴകുന്നയാളാണ് അന്നും ഇന്നും. ജോസഫ് വാഴക്കൻ അറിയാത്ത കാര്യമല്ല, തുറന്നങ്ങ് പറയാം. കാരണം ഇപ്പോൾ ആന്റണി രാജു ഇത് ആദ്യമായിട്ടാണ് തുറന്നു പറയുന്നത്. നേരത്തെ PC ജോർജ് ഞാനുമായിട്ടുള്ള മറ്റൊരു ചർച്ചയിൽ തന്നെ അത് മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു, ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേരൊഴിച്ച്. അതുകൊണ്ട് ഈ വാർത്ത എന്നൊക്കെ പറഞ്ഞ് അകലം പാലിക്കാതെ. അല്ല, വാർത്ത എന്നുള്ളതല്ല, അത് ഞാൻ അതിൻ്റെ ഒരു സത്യം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഓർത്ത സ്പീഡിൽ ഇടതുമുന്നണിയുമായി പെട്ടെന്ന് കയറി കൈകോർക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഒരുപക്ഷെ ഒരു ദൈവ തീരുമാനമായിരിക്കാം, അതല്ലെങ്കിൽ അതിനിടയിലുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ബാർകോഴ കേസ്. അത് ശ്രീ ബിജു രമേശ് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ചാനൽ ചർച്ചയിൽ യാദൃച്ഛികമായി പറഞ്ഞ ദൈവ തീരുമാനമായിട്ടാണ് രാഷ്ട്രീയത്തിൽ വലിയ സംഭവം. ആന്റണി രാജു, ഗൂഢാലോചന കണ്ടുപിടിക്കാനുള്ള സമിതിയിൽ താങ്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദൈവ തീരുമാനമായിട്ടാണോ കേരള കോൺഗ്രസ് പാർട്ടി അതിനെ കണ്ടത്? ശ്രീ വാഴക്കൻ പറഞ്ഞതിനകത്ത് ഒരു അടിസ്ഥാനപരമായ ഒരു പിശകുണ്ട്. നികേഷ് ഓർക്കുന്നുണ്ടായിരിക്കും, ഞാനാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, അന്ന് കേരള കോൺഗ്രസ് പാർട്ടി 50 വർഷം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഇന്ന് പാർലമെന്ററി പാർട്ടി നേതാവായ ശ്രീ കെ എം മാണി യോഗ്യനാണ് എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഒരു ചർച്ചയൊക്കെ നമ്മൾ പല ദിവസം നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ അടിവരായിട്ട് ഒന്നുകൂടെ പറയാം, കേരള കോൺഗ്രസ് പാർട്ടിയിലെ 9 MLA-മാരും
അന്ന് 9 MLA ഉള്ളത്. ആ 9 MLA-മാരും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്ന കാര്യത്തിൽ ഒരേ സ്വരത്തിൽ, ഒരേ അഭിപ്രായത്തിൽ, ഏക അഭിപ്രായത്തിലാണ് ഉണ്ടായിരുന്നത്. ആ കാര്യത്തിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടായിരുന്നു എന്നുള്ളത് ആര് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അത്തരം ഒരു സ്ഥാനം കിട്ടുന്ന കാര്യത്തിൽ ആരും എതിരല്ലായിരുന്നു. എല്ലാവർക്കും ഒറ്റ അഭിപ്രായമായിരുന്നു അന്ന്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, CPI ഇതിനോട് യോജിപ്പായിരുന്നു എന്നുള്ളത് അസംഭാവ്യമായി തോന്നുന്നു. കാരണം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ എവിടെയോ വെച്ച് കെ മാണി LDF-ലേക്ക് വരുന്നു എന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ അത് തകിടം മറിക്കുന്നതിനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇന്നത്തെ CPI അതിന് കഠിനമായി എതിരായിരിക്കും. പക്ഷെ അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിനൊരു മാർദ്ദവം ഉണ്ടാവുമല്ലോ. ആ മാർദ്ദവത്തിൽ പന്ന്യൻ രവീന്ദ്രൻ എന്തൊക്കെയോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഓർക്കുന്നുള്ളൂ. എന്തായാലും അല്ല നികേഷ്, ആ CPIക്ക് താല്പര്യമുണ്ട്. നിയമസഭയ്ക്ക് അകത്ത് പല രഹസ്യ ചർച്ചകളും നടക്കുമ്പോൾ CPI മെമ്പർമാർ അതിനകത്ത് ഇത്തരം ആലോചനകൾക്ക്, ഗൂഢാലോചനകൾക്ക് മുൻകൈ എടുത്തിരുന്നു, സംശയമില്ല. പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹം നേരിട്ട് ഇടപെട്ടതാണ് അതിനകത്ത്. അദ്ദേഹം പിന്നീട് അത് പരസ്യമായിട്ട് ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം ഇടപെട്ടതാണെന്നുള്ളത് യാതൊരു സംശയമില്ല നികേഷ്. അന്നത്തെ രാഷ്ട്രീയം അതായിരുന്നു. കാരണം നമ്മൾ ഓർക്കണം, ഉമ്മൻചാണ്ടി സരിത വിവാദത്തിന് ശേഷം മേൽക്കൈ നേടുന്നു, വീണ്ടും ഒരു ഭരണ തുടർച്ച, നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും UDF വിജയിച്ചു വരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടേതായിരിക്കും, വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള മട്ടിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടും അത് തടയിടുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു നികേഷ്. അപ്പം പെട്ടെന്ന് കിട്ടിയ ഒരു ഷോർട്ട് കട്ടായിരുന്നു KM മാണി എന്നുള്ളത്. അതാണ് അതിൻ്റെ അന്നത്തെ രാഷ്ട്രീയ സ്ഥിതി. അതാണ് CPI സർവാത്മന പൂർണ്ണ മനസ്സോടെ തന്നെ സമ്മതിച്ച ഒരു രാഷ്ട്രീയ നീക്കവുമായിരുന്നു അത്. ഇത് ശ്രീ ജോസഫ് വാഴക്കൻ നിങ്ങൾക്ക് ബോധ്യമായിരുന്നില്ലേ? നമുക്കറിയാം, ആദ്യ ഉമ്മൻചാണ്ടി വർഷങ്ങൾ ഒരുപക്ഷെ സ്വപ്ന തുല്യമായിരുന്നു UDF-നെ സംബന്ധിച്ചിടത്തോളം. പിറവം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പിന്നെ പറയണ്ട, അത് പക്ഷേ 1-ാം വർഷത്തിലാണെന്ന് പറയാം. അത് കഴിഞ്ഞും ഉമ്മൻചാണ്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു തുല്യനായി മറ്റൊരാളില്ല എന്നുള്ള തോന്നൽ സ്വാഭാവികമായും നിങ്ങളും അത് അറിയേണ്ട കാര്യമാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ ഉയിർപ്പ് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ടേം കൂടി അനുവദിക്കാതിരിക്കും എന്ന തോതിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകുന്നത് നിങ്ങൾ ആ സമയത്ത് അറിയുന്നില്ല. ആ തരത്തിലുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടില്ല കോൺഗ്രസിനകത്ത്. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ ആന്റണി രാജു പറഞ്ഞത് 100% ശരിയല്ല. ആന്റണി രാജു വ്യക്തിപരമായി ഇടതുമുന്നണിയിൽ പോകാൻ ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങളും നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ 9 MLA-മാരും അതായിരുന്നുവെന്ന് അവരോടൊപ്പം നിയമസഭയിൽ അവരോട് ചേർന്നിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാമായിട്ടില്ല എന്ന്. അവർ തന്നെയാണ് ഈ കഥകൾ പുറത്തു വന്നത്. വകുപ്പുകളുടെ വിഭജനം വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരങ്ങോട്ട് ചില ആളുകൾ നീങ്ങാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് MLA-മാർ കൂട്ടമായി തന്നെ ഞങ്ങളുമായി സംസാരിച്ചു. ഞങ്ങളുടെ പിന്നെ കോൺഗ്രസിൻ്റെ ചേരിയിലേക്ക് വന്ന് വിവരങ്ങൾ കൊടുത്തതും കേരള കോൺഗ്രസിൻ്റെ MLA-മാരാണ്. അതല്ലാതെ 9 MLA-മാരും കൂടെ കേരള കോൺഗ്രസ് KM മാണി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നിന്നു എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. ആന്റണി രാജു അന്നും ഇടതുമുന്നണിയിൽ പോകാൻ ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ നോക്കുന്നതിലൊന്നും ഞാൻ കുറ്റം പറയില്ല. അതുകൊണ്ട് എല്ലാ കേരള കോൺഗ്രസ് MLA-മാരും അങ്ങനെയായിരുന്നെങ്കിൽ ഈ കഥകളൊന്നും പുറത്തു വരില്ല. നടന്ന സർവ്വ ചർച്ചകളും അവിടെയൊക്കെ പാട്ടായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങളാരും ഒന്നും ചെയ്തതല്ല. ദൈവനിശ്ചയം പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പിന്നീട് പോകാൻ പറ്റാവുന്നത്. അതിന് മറുപടി അത് എൻ്റെ പാർട്ടിയിൽ അന്ന് ഞാൻ ആ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗമായിരുന്ന ഒരാളാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിയുന്ന പോലെ എന്തായാലും വാഴയ്ക്കിന് അറിയാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ വാഴയ്ക്കിന് അറിയുന്ന പോലെ ഞാൻ അറിയില്ലല്ലോ. എന്തായാലും ഞാൻ അടിവരയിട്ട് പറയാം, അന്ന് കേരള കോൺഗ്രസ് പാർട്ടിയിലെ 9 MLA-മാരും കേരള 50 വർഷം പിന്നിടുന്ന ഈ പാർട്ടിക്ക് കിട്ടുന്ന അസുലഭമായ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ പരസ്യമായി അന്ന് മുഖ്യമന്ത്രിയാകാൻ KM മാണി യോഗ്യനെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു MLA-യും അതിന് എതിർത്തന്നൊരു പ്രസ്ഥാനം നടത്തുകയോ പ്രതികരിക്കുകയോ ഉണ്ടായിട്ടില്ലല്ലോ. അത് വാഴയ്ക്കൻ തന്നെ ഓർമ്മയുണ്ടല്ലോ. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലയിലേക്ക് പോകണം എന്നുള്ള തന്നെയായിരുന്നു പാർട്ടിയുടെ ആഗ്രഹം.
അന്ന് 9 MLA ശ്രീ മാണി സാറിന് ഉൾപ്പെടെ അതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പാർട്ടിയുടെ MLA-മാർ ആരും തന്നെ വിയോജിപ്പില്ലായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം വരുമെങ്കിൽ അതിനെ പിന്തുണയ്ക്കണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു. പ്രകാശ് ബാബു, CPI അസിസ്റ്റന്റ് സെക്രട്ടറി, ജി സുധാകരൻ പറയുന്നത്, ശ്രീ പ്രകാശ് ബാബു, മാണി സാറ് ഞങ്ങൾ പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ മാണി സാറിന് ചിന്തിക്കാൻ കഴിയാത്ത പോസ്റ്റ് കിട്ടുമായിരുന്നു എന്ന്. മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദവി. അതിലേക്ക് മാണി സാറിനെ, അതായത് UDF സർക്കാരിനെ അട്ടിമറിച്ചു, ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ച് മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് LDF-ൽ ആലോചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ CPM-ൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് കൂടിയായ ജി സുധാകരൻ പറയുന്നത്. എന്തായാലും LDF-ൽ അങ്ങനെ ഒരു ആലോചന നടന്നിട്ടില്ല. CPI അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. CPI-യുടെ ഒരു ഘടകവും അത്തരത്തിലൊരു ചർച്ച ഇതൊന്നും ഘടകം ചർച്ച ചെയ്യുന്ന വിഷയമല്ലല്ലോ. ഇതൊരു സർക്കാരിനെ അട്ടിമറിക്കുന്ന കാര്യമാണ്. അട്ടിമറിക്കുന്ന ഘട്ടത്തിൽ മാത്രം ഔപചാരികമായി അതേക്കുറിച്ച് സംസാരിച്ചാൽ മതി. ഇതൊക്കെ ഔപചാരികമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് പുറത്തു പോവുകയും പദ്ധതി പാളുകയും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ ഉമ്മൻചാണ്ടി ഇത് ഈ നിലയിലാക്കി കൊടുത്തു, KM മാണിയെ ഈ നിലയിലാക്കി കൊടുത്തു. അത് ഔദ്യോഗികമായി ചർച്ച ചെയ്യാതെ തന്നെ ഉമ്മൻചാണ്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് PC ജോർജ് ആ സമയത്ത് മാണിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെടുന്നയാളാണ്. PC ജോർജ് പറയുന്നത് CPM-ൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്. അത് അങ്ങനെ ഞാൻ അടിവരയിട്ട് പറയുമ്പോൾ അതാരാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഏറ്റവും സമുന്നതരായ നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയും 4-ാം ദിവസം മാണി പുറത്തേക്ക് വരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുറത്തു നിന്നുള്ള പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകുന്നു. എന്തായാലും CPI ഉൾപ്പെടുന്നതാണ് LDF-ന്റെ നേതൃത്വം. CPI അറിഞ്ഞ് അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ അതിന് ഒരിക്കലും ആ നിലയിലുള്ള ഒരു സന്ദർഭം ഞങ്ങളുടെ അറിവിൽ ഉണ്ടായിട്ടില്ല. മറ്റാരെങ്കിലും അങ്ങനെ വല്ലതും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറയുകയായിരുന്നു, 1-ാം വർഷവും 2-ാം വർഷവും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം, ഉമ്മൻചാണ്ടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് സ്വപ്ന തുല്യമായിരുന്നു. വീണ്ടും ഒരു ഉമ്മൻചാണ്ടി സർക്കാർ കൂടി എന്ന നില ഉണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, സാധാരണഗതിയിൽ CPI മാണി വരുമ്പോൾ എതിർക്കുമല്ലോ, ഇവിടെ CPI പോലും എതിർത്തില്ല. അതിൻ്റെ കാരണം പറയുന്നത് ഈ സർക്കാരിനെ അട്ടിമറിച്ചേ തീരൂ, ഒരു ഭരണ തുടർച്ച ഒഴിവാക്കണം. ആ നിലയിലുള്ള ഒരു ചിന്താഗതി ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അറിയേ അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഡിസ്കഷൻ നടന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയോ ചർച്ച നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമില്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ട് എന്തായാലും LDF ഒരു തീരുമാനം എടുക്കണമെങ്കിൽ CPI അറിയാതെയും CPI ബന്ധപ്പെടാതെയും തീരുമാനമെടുക്കും എന്ന് ഇന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. A. വിജയരാഘവൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. ശ്രീ A. വിജയരാഘവൻ, എന്താണ് ജി സുധാകരൻ ഇപ്പറഞ്ഞതിന്റെ അടിസ്ഥാനം? ഇത് പരാമർശം മാത്രമായിട്ട് നമ്മൾ എടുത്താൽ മതി. കാരണം ഇപ്പോ നമ്മള് സാധാരണ പ്രസംഗിച്ചൊക്കെ പോകുമ്പോൾ ചില പ്രസംഗങ്ങളിൽ വരുന്ന പരാമർശങ്ങളാണ്. അതായത് ഒരു വലിയ രാഷ്ട്രീയ വിശദീകരണങ്ങളെങ്കിൽ രാഷ്ട്രീയ തീരുമാനത്തിന്റെ പ്രഖ്യാപനമല്ല. നമുക്കെല്ലാം അറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ മുന്നണിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെടുത്തിയും തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെടുത്തിയും ചില വ്യവസ്ഥാപിതമായ സമീപനങ്ങൾ സാധാരണയായിട്ട് സ്വീകരിച്ചു പോവാറുണ്ട്. ഒന്നാമതായിട്ട് ഒരു ഗവൺമെന്റിന് ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യം നേരത്തെ പലരും വിശദീകരിച്ചത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ആദ്യ വർഷങ്ങൾ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഈ സർക്കാരിനെ അട്ടിമറിച്ചാൽ, ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ചാൽ മാത്രമേ, ഇതൊരു പ്രീ സരിത ഇയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, ആ സർക്കാരിനെ അട്ടിമറിച്ചാൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടു കൂടി പോകാൻ കഴിയൂ. അപ്പോൾ ഒരു UDF-നെ അട്ടിമറിച്ച് KM മാണിയെ കൊണ്ടുവന്ന് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ടാണ് ജി സുധാകരൻ പറയുന്നത്, മാണി സാറ് ഞങ്ങൾ പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത പോസ്റ്റ് ലഭിക്കുമായിരുന്നു എന്ന്. ഇതില് ഇടതുപക്ഷ മുന്നണി സാധാരണയായിട്ട് നമുക്കൊരു ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ ഭാവി മുഖ്യമന്ത്രി എന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് തോന്നുന്നു, ഒരു നീണ്ട പ്രസ് കോൺഫറൻസിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതിനിടെ പറഞ്ഞിരുന്നു ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ LDF ഇല്ല എന്ന്. അത് ഫുൾ സ്റ്റോപ്പായിരുന്നു അവിടെ. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാണിയെ മുഖ്യമന്ത്രിയാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പുറത്തു നിന്നാണെങ്കിലും അകത്തു നിന്നാണെങ്കിലും എന്ന് കരുതാൻ വയ്യ. നികേഷ്, ഇടതുമുന്നണി അങ്ങനെ ഒരു നിലപാടാണല്ലോ സാധാരണ രാഷ്ട്രീയമായിട്ട് എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത്. നിലവിലുള്ള ഒരു ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ രണ്ട് വോട്ട് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിയമസഭ ഭൂരിപക്ഷം. ആ ഗവൺമെൻറ്റിനെ ആ തലത്തിൽ ഇളക്കാൻ അവർ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. എങ്കിലും PC ജോർജിൻ്റെയൊക്കെ കാർമ്മികത്വത്തിൽ സെൽവരാജിനെ CPM നിന്ന് രാജിവെപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. രണ്ടാമതൊരു കാര്യം കൂടി, BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായല്ലോ. ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അവർ തമ്മിലൊരു ശത്രുത ഉണ്ടായിരുന്നുവെങ്കിലും BS അച്യുതാനന്ദൻ്റെ സ്ഥാനത്തിനെ ഇളക്കം തട്ടുന്ന ഒരു നീക്കവും പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ അങ്ങനത്തെ രാഷ്ട്രീയത്തിൽ, സ്വന്തം രാഷ്ട്രീയത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ മുമ്പേ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉമ്മൻചാണ്ടിയെ അങ്ങോട്ട് വിട്ടാൽ പിന്നെ പിടികിട്ടാത്ത ഒരവസ്ഥ വരും എന്നുള്ളത് ഒരു ന്യായമായ ചിന്തയല്ലേ? അതാണ് ഞാൻ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് പിന്നീട് ഈ PC ജോർജൊക്കെ നിയമസഭയിൽ നടത്തുന്ന ചില ലോബിയിങ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ, അല്ലാതെ ഇടതുമുന്നണിയോ CPM നേതൃത്വമോ പിണറായി വിജയനോ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കിയതല്ല, ഒരു സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ അങ്ങനെ ശരി എന്നാലാവട്ടെ എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അവരായിട്ടുണ്ടാക്കിയ ഒരു സെനാരിയോ അല്ല അത്. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായി, ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുക എന്ന് ഇടതുമുന്നണിയോ പിണറായി വിജയനോ ഇവരോട് പറഞ്ഞതല്ല. ഇവരിങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിണറായി വിജയൻ്റെ മുമ്പിലെത്തിയപ്പോൾ ശരി എന്നാലാവട്ടെ, അദ്ദേഹം അതിനു മുമ്പ് രാഷ്ട്രീയമായിട്ട് വളരെയേറെ ചിന്തിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആവട്ടെ എന്ന് പറയുകയായിരുന്നു. അല്ലാതെ മാണിയെ മുഖ്യമന്ത്രി ആക്കിയെടുക്കാൻ പിണറായി വിജയൻ മുൻകൈ എടുത്തിട്ടില്ല. ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ കയറി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അത് ശരിയാവുക ജേക്കബ് ജോർജ്? പിണറായി വിജയൻ്റെ ഇല്ലാതെ കെ മാണിയെ മുഖ്യമന്ത്രിയാകാനുള്ളൊരു പ്രപ്പോസലിന് ഇവിടെ PC ജോർജ് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഒരു നേതാവിൻ്റെ അടുത്ത് ചെല്ലുന്നു, ആ നേതാവ് കാര്യങ്ങൾ സംസാരിക്കുന്നു, വേറൊരു നേതാവിനെ ഫോണിൽ വിളിക്കുന്നു. ഈ ഫോണിൽ വിളിക്കുന്ന നേതാവ് പിണറായി വിജയനാണെന്ന് പറയാൻ നമ്മൾ എന്തിനു മടിക്കണം? അല്ല, ഞാൻ പറഞ്ഞു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത്. ഞാനിപ്പോൾ ഒരു രഹസ്യം കൂടെ പറയാമല്ലോ. ജനാധിപത്യ കേരള കോൺഗ്രസ് പിണറായി വിജയൻ നേരിട്ട് ഇവരോട് സംസാരിച്ചതാണെന്ന് എനിക്കറിയാം, അന്നേ അറിയാമായിരുന്നു. പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞത് അതിന് മുൻകൈ എടുത്തത് ജോർജാണ്. ജോർജും അങ്ങനെ ഒരു സാഹചര്യവും ഒക്കെ ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം അവസാന വാക്ക് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി എന്നാലാവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ ഇതിലെ മുഖ്യപ്രതി ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ? കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം മാണിയെ ഈ നിലത്തിൽ പ്രതിരോധത്തിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്താൻ മാണി LDFുമായി കൂട്ടുചേരാൻ സാധ്യതയുണ്ട് എന്നതാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് UDF സർക്കാരിനെ അട്ടിമറിക്കാൻ മാണി ശ്രമിക്കുന്നു എന്നുള്ളത് വേറെ വിഷയം. രണ്ടാമത്തേത് ഉമ്മൻചാണ്ടി തുടരാതിരിക്കാൻ ഈ തരത്തിലുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കേണ്ടതും രമേശ് ചെന്നിത്തലയുടെ ആവശ്യമാണ്. അല്ല നികേഷ്, ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ ഈ ചോദ്യത്തിന് ഞാൻ അങ്ങേക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കയ്യിലുണ്ടെന്ന് പറയുന്ന ശ്രീ KM മാണി അത് പുറത്തു വിടാതെ ഞങ്ങളിപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം വെളിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു മാന്യതയ്ക്ക് ചേർന്നതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലെ വിവരങ്ങൾ പറയുന്നത് ശരിയല്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത് പുറത്തു വരുന്നൊരു ഘട്ടത്തിലല്ലാതെ ഞാൻ അതുമായൊരു ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തുക എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയ മാന്യതയ്ക്ക് ചേരാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അല്ല, ആരുടെയാണ് ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടത്? മാണിയെ പ്രതിക്കൂട്ടിലാക്കുക, മാണിയെ LDFന് അസ്വീകാര്യനാക്കുക എന്നുള്ളത് ആരുടെ അജണ്ടയാണ്, അല്ലെങ്കിൽ ആരുടെ ആവശ്യമാണ്?
അല്ല, സ്വാഭാവികമായിട്ടും അത് ഭരണം കൈയാളുന്നവരുടെ അജണ്ട ആയിരിക്കുമല്ലോ. വ്യക്തിപരമായി കോൺഗ്രസിൽ അങ്ങനെ അത് ഒരു വ്യക്തിപരമായി സംഘടനാ തീരുമാനം ഉണ്ടാകുന്നില്ലല്ലോ. എന്നെ അത് കൊണ്ട് രമേശ് പറയിക്കാൻ ചെന്നിത്തലയാണോ ഉമ്മൻചാണ്ടിയാണോ ശ്രമിച്ചാലും എത്ര നികേഷ് ശ്രമിച്ചാലും അല്ല, അതാണ്, അതിന് എത്ര നികേഷ് ശ്രമിച്ചാലും എൻ്റെ നാവിൽ നിന്ന് ആ പേര് പുറത്തു വരില്ല. എന്തായാലും ശ്രീ ജോസഫ് വാഴക്കൻ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ശരിയാണ് എങ്കിൽ, കെ മാണി LDF പക്ഷത്തേക്ക് ചായ്വ് പ്രകടിപ്പിക്കുന്നത് ശരിയാണ് എങ്കിൽ, അവർ LDFിലേക്ക് എത്തുന്നതിൻ്റെ തലേ ദിവസം പുറത്തുവിടാൻ പോകുന്നത് ആ ഗൂഢാലോചന റിപ്പോർട്ടായിരിക്കും. അതിൽ കെ മാണി ഒപ്പിട്ടിട്ടുണ്ട്. ആന്റണി രാജു കേരള കോൺഗ്രസിലുള്ളപ്പം, ആ ഗൂഢാലോചന അന്വേഷിക്കുന്ന സമിതിയിലുള്ളപ്പം അതിന് ഒരു പ്രിൻ്റഡ് ഫോർമാറ്റ് ഇല്ല. അത് വാക്കാലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് പറയില്ല എന്നാണ് ഇപ്പോൾ ആന്റണി രാജു പറയുന്നത്. ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഭയം ഉണ്ടാവും. താൻ പാർട്ടി വിട്ടതിന് ശേഷം അതിൽ മാറ്റം വരുത്തി മാണിക്ക് താല്പര്യപ്രകാരം അത് എഴുതി ചേർത്തിട്ടുണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായും ആന്റണി രാജു വിചാരിക്കുന്നതോ അനുമാനിക്കുന്നതോ ആകാതിരിക്കാം. അതുകൊണ്ട് ഒരു റിസ്ക് ആന്റണി രാജു എടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു പ്രിൻ്റഡ് ഫോർമാറ്റ് അതിനുണ്ട്. അച്ചടിച്ച ഒരു ഗൂഢാലോചന റിപ്പോർട്ടുണ്ട്. അതിൽ പേര് വരും. ആ പേര് വരുന്നത് ഒന്നുകിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി. അത് LDFിലേക്ക് മാണി പോകുന്നുണ്ട് എങ്കിൽ പോകുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് അച്ചടിച്ച രൂപത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ശരിയാണ്, LDF ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർക്കാൻ വേണ്ടി കെ മാണിയെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തം സഖ്യകക്ഷിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്ന് ആ സഖ്യകക്ഷി അന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുകയാണ്. ഇതൊക്കെ ഭാവനാ സൃഷ്ടികളാണ്. ശ്രീ KM മാണിയുടെ പേരിൽ ബാർക്കോഴ വന്ന് കേരള സമൂഹത്തിൽ അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വല്ലാതെ അദ്ദേഹം ചെറുതായി പോയി നിൽക്കുന്ന ഒരു സമയത്ത്, ആക്ഷേപത്തിന് വിധേയനായി നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ റിപ്പോർട്ടെന്നൊക്കെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടായത്. ഈ സിദ്ധാന്തത്തിൽ ഈ കമ്മിറ്റിയിൽ ശ്രീ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവരൊക്കെ അതിനകത്ത് അംഗങ്ങളായിരുന്നു. അവരവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇരുന്നുകൊണ്ട് ചായ കുടിച്ച് പിരിഞ്ഞു എന്നുള്ളതല്ലാതെ അങ്ങനെ അവിടെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് എൻ്റെ പിന്നീടുള്ള അറിവ്. ഇന്നും ആ കമ്മിറ്റിയിലുള്ള പലരും നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അവരാരും ആന്റണി രാജുവും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഒപ്പിട്ടിട്ടുള്ളൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നീടൊരു റിപ്പോർട്ട് വന്ന് ശ്രീ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് ആ പ്രതിച്ഛായയിൽ എഴുതുന്ന 2-3 പേരും ഒക്കെ ഇരുന്ന് ഒരു ചെറിയ കോക്കസ് അവരൊരു റിപ്പോർട്ടുണ്ടാക്കി CF തോമസ് സാറിൻ്റെയൊക്കെ പേര്, ഇവരുടെ എല്ലാം പേര് വെച്ചിട്ട് ഒപ്പിടാത്തൊരു സാധനം പുറത്തു വിട്ടു. KM മാണിയും ആദ്യം നിഷേധിച്ചു. ജോസ് കെ മാണി അന്ന് ഇന്ത്യക്ക് വെളിയിലാണ്. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്കും ഫോൺ വന്നു, നമ്മൾ അറിഞ്ഞു പോയിരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പം അന്ന് KM മാണി ഉച്ചവരെ നിഷേധിച്ച KM മാണി നേരെ തിരിഞ്ഞു. അത് പിന്നെ വേറൊരു രീതിയിലുണ്ടായ റിപ്പോർട്ടാണ്, അത് ഞങ്ങൾ അത് അത് ഞങ്ങൾ അറിഞ്ഞു തന്നെയുള്ള റിപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ശ്രീ CF തോമസ് സാർ ഉൾപ്പെടെ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെ നിഷേധിച്ചതോടുകൂടി അത് പോയി. പിന്നീട് അതിൻ്റെ പേരിൽ അദ്ദേഹം അപഹാസ്യനായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ റിപ്പോർട്ടിന്മേൽ പിന്നെ ഒരു അക്ഷരം പിന്നെ വെളിയിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഇല്ലാത്തത് വെച്ചാൽ ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു എക്സസൈസ് എന്ന് വെച്ചാൽ ഇതൊക്കെ കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയാണ്. അദ്ദേഹം ഈ ബാർക്കോഴയിലൊന്നും പങ്കാളിയൊന്നുമല്ല. അദ്ദേഹത്തെ മനഃപൂർവ്വമായിട്ട് ചില താല്പര്യങ്ങൾ വരും കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതാണ് എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ നടത്തിയ ഒരു വൃഥാശ്രമം മാത്രമാണ് ഈ റിപ്പോർട്ടെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ വെല്ലുവിളിക്കുന്നവർ ആ റിപ്പോർട്ടൊന്ന് പുറത്തോട്ട് വിടട്ടെ, ഇങ്ങനൊരു റിപ്പോർട്ടുണ്ടോ എന്നുള്ളത്. അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ റിപ്പോർട്ട് എഴുതിയെന്ന് പറയുന്ന മുഴുവൻ ആളുകളും നിഷേധിച്ചപ്പോഴത്തേക്ക് അത് പിൻവലിച്ചുകൊണ്ട് പോയല്ലോ. അപ്പോൾ ഇതൊന്നുമല്ല, അത് ശ്രീ KM മാണി 50ാമത്തെ വർഷമായപ്പോൾ ഒരു മുഖ്യമന്ത്രി ആകണമെന്നൊരു മോഹം ഇടതുമുന്നണിയിലെ മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തു. CPI അതറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കലശലായ ആഗ്രഹമാണ് മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെയും ആകണമെന്നുള്ളത്. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ പിണറായി വിജയൻ സർവത്യാഗ പരിത്യാഗി ഒന്നുമല്ല. അത്യാവശ്യം ഈ മന്ത്രിസഭയെ എങ്ങനെ മറിച്ചിടാൻ കഴിയുമെന്നുള്ള ഗവേഷണം നടന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ അച്യുതാനന്ദനെ മുമ്പിൽ നിർത്തി മത്സരിച്ചിട്ട് തന്ത്രപൂർവ്വം അദ്ദേഹത്തെ തട്ടി ഇദ്ദേഹം മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് വലിയ പരിത്യാഗിയും ഒരു മോഹമുക്തനായ ഒരു വ്യക്തിയാണ് എന്നുള്ള ധാരണയൊന്നും വേണ്ട. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും അദ്ദേഹം നിർവഹിച്ചതാണ്. KM മാണി ആ വേലയിൽ കുറേ വീണതുമാണ്. പക്ഷേ കേരള കോൺഗ്രസിനെ എല്ലാവരും അതിനോടൊപ്പമല്ല. ശ്രീ ആന്റണി രാജു സത്യമാണ് പറഞ്ഞു, മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യൻ എന്ന് പറഞ്ഞപ്പോൾ ആരും മിണ്ടിയില്ലെന്ന്. ആ പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകുന്നത് ഇടതുമുന്നണിയുടെ ആണെന്നോ അല്ലെങ്കിൽ UDFൻ്റെ ആണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇടതുമുന്നണിയിൽ ചെന്ന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സത്യം.
അത് ഞാൻ അംഗീകരിക്കാം. അങ്ങനെ പറഞ്ഞ് അവരെതിര് പറയുമായിരുന്നു. UDF കഴിഞ്ഞ അവസാന ഒരു സമയത്ത് KM മാണിക്ക് 50 വർഷം പൂർത്തിയാക്കുന്ന അവസാന സമയമാണ്. അദ്ദേഹത്തിനൊരു മുഖ്യമന്ത്രി സ്ഥാനം ഒരു കുറച്ചു കാലം കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ KM മാണി അതേസമയം ഇടതു മുന്നണിയുമായി ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചുകൊണ്ടുവരുന്നു. പക്ഷേ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് ആവില്ലായിരുന്നു. അതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവനിശ്ചയം പോലെ ഈ കാര്യങ്ങളെല്ലാം വന്നു പെട്ടതുകൊണ്ട് പിന്നെ ആ ചർച്ചയുമായി മുന്നോട്ട് പോകാനാവില്ല. പിന്നെ സ്വന്തം തടി രക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് KM മാണി ചുരുങ്ങി. ഇതാണ് സംഭവിച്ച കാര്യം. ജി സുധാകരൻ്റെ പ്രസംഗത്തിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. അതെന്താണ്? മാണി സാർ വളരെ കഴിവുള്ളയാളാണ്. ഇപ്പോഴും പറയുകയാണ് നെടുങ്കണ്ടത്ത് മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ എത്ര സമയമാണ് നിയമസഭയിൽ 50ാം വാർഷികത്തിൽ സംസാരിച്ചത് എന്ന്. അപ്പോൾ ആ നിലയിൽ ഇപ്പോഴും മാണിയെ കഴിവുള്ളയാളാണെന്നും മുഖ്യമന്ത്രിക്ക് പോലും വലിയ ബോധ്യമുള്ള ആളാണ് എന്നും ജി സുധാകരനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ ഇപ്പോൾ മാണി ഒരു ഇടത്തേക്കാലൊന്ന് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ആ ഇടത്തേക്കാലിന് കുറച്ചുകൂടി അത് ഊർജം പകരില്ലേ? ഊർജം പകരും, ഉറപ്പാണ്. ഇത് നികേഷ് ഈ കാറ് കയറരുത്. ഈ യഥാർത്ഥ സത്യം എന്താ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ LDF തയ്യാറായതിന് കാരണം അന്ന് UDF ഭരണമാണ്. ഉമ്മൻചാണ്ടിയെ താഴ്ചാഴ്ചിടണം. ഞാൻ തന്നെയാണ് AK സെന്ററിൽ പോയി CPM ആളുകളോട് സംസാരിച്ചതും MN സ്മാരകത്തിൽ പോയി മുഴുവൻ നേതാക്കന്മാരോട് സമ്മതിപ്പിച്ചതും ഞാൻ തന്നെ പോയി. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമല്ലേ. ഞാനങ്ങനെ കള്ളം പറയുന്നവരൊന്നുമല്ല. അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള അത് കഴിഞ്ഞാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ 2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഞാനൊരു സ്നേഹമായിട്ട് ചുമ്മാ ചിലപ്പോൾ തമാശയൊക്കെ പറഞ്ഞു. അന്നേരം അദ്ദേഹം ചോദിച്ചു, ജോർജ് ഈ മാണി സാറ് മുഖ്യമന്ത്രിയാകാൻ അന്ന് ഇവർ സമ്മതിച്ചു തന്നു ശരിയാണോ? ഞാൻ അതിന്റെ വള്ളുമുള്ളു വ്യത്യാസമില്ല മുഴുവൻ കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. ഉമ്മൻചാണ്ടി വാ പൊത്തി നിൽക്കുക ദൈവമേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്നാ കുന്തം മുഖ്യമന്ത്രിയായിട്ട് ഇതേപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ? അപ്പൊ പുള്ളി പറഞ്ഞ കമന്റ് ഉണ്ട്, CPM-ന്റെ MLA കൊണ്ട് PCR പോയിട്ട് CPM അറിഞ്ഞില്ല, മരിക്കില്ലായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ല. അത് സത്യം. ഉമ്മൻചാണ്ടി അറിയാതെ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോഴാണ് പുള്ളി അത് വിശ്വസിച്ചത്. സത്യസന്ധമാണ് ഈ പറയുന്നത്. അപ്പോ ഇത് ആരും അറിയാതെ ഞാൻ നടത്തിയ ഒരു ദൗത്യമായിരുന്നെങ്കിലും കേരള കോൺഗ്രസിലെ മുഴുവൻ MLA-മാർക്കും അറിയാമായിരുന്നു. PJ ജോസഫുമായിട്ട് സംബന്ധിച്ച ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. കോറിഡോറിൽ വെച്ച് സംബന്ധിച്ചാണ് PJ അജ്മാകൂടെ മരിച്ചത്. ഇത് വേറെ ഒരു തർക്കവും വേണ്ടി 100% സത്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പം മാണിയും മകനും കൂടെ മാത്രം ചേർന്നുകൊണ്ട് വേറെ ആരുമില്ലാതെ ഒരു വെറും ദൗത്യം ഇപ്പം നടക്കുന്നത്. ആ ദൗത്യം ബലപ്പോയില്ല. സുധാകരൻ സഖാവിനെ അവസരത്തിൽ ചേരാൻ പോവുക. ഇപ്പൊ CPI എതിർക്കുന്നുള്ള ഉറപ്പാണ്. കാലനേരത്തിന് ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. കാരണം അന്ന് മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ നടന്ന അതേ കക്ഷികൾ തന്നെയാണ് മാണിയെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ ഓടിച്ചിട്ട് തല്ലാൻ ശ്രമിച്ചത്. നിയമസഭയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അതൊക്കെ മറന്നിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ. ഇപ്പം മാണി കള്ളനാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞ CPM, ഈ രാജ്യം മുഴുവൻ പ്രസംഗിച്ചു നടന്ന CPM ഉടനെ തന്നെ മാണിയെ PC ജോർജ്, ഷി എ വിജയരാഘവൻ ഇപ്പോൾ PC ജോർജ് പറയുന്നത് കേട്ടല്ലോ. CPM-ന്റെ MLA ഉമ്മൻചാണ്ടി ഒരുപക്ഷെ UDF-ൽ നടക്കുന്ന കാര്യങ്ങൾ UDF-ലെ ഘടകകക്ഷിയായ KM മാണിയോട് CPM-ന്റെ നേതാക്കൾ PC ജോർജ് വഴി സംസാരിക്കുന്ന കാര്യങ്ങൾ ഉമ്മൻചാണ്ടി അറിഞ്ഞില്ല എന്ന് പറയുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ CPM-ന്റെ MLA ജോർജ് അടിച്ചു കൊണ്ടുപോയപ്പോൾ നിങ്ങളും അറിഞ്ഞില്ല. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിക്കാൻ എന്നുള്ളതിൻ്റെ സ്ഥിരീകരണം തന്നെയാണ് ജോർജ് പറയുന്ന കാര്യങ്ങൾ. അല്ല, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയത്തില് ഈ ഒളിമറകളിലൂടെ എല്ലാ കാര്യങ്ങളും പറയാം. വളരെ സുതാര്യമായിട്ടാണ് ഇടതുപക്ഷം വളരെ സുതാര്യമായിട്ടാണ് എന്റെ നിലപാട് വ്യക്തമാക്കുക. ഇവിടെ കേരള കോൺഗ്രസ് മാണിയെ ഇടതുപക്ഷ മുന്നണിയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ വിപുലീകരണം എന്നുള്ളൊരു വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അത് വിപുലമായ തരത്തിൽ സാധാരണ ചർച്ച നടത്തേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ നിലയിലുള്ള ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. അദ്ദേഹം UDF-ലായപ്പോഴും നടന്നിട്ടില്ല, UDF-ൽ നിന്ന് മാറി ഇല്ല. അവിടെ ശ്രീ വിജയരാഘവൻ, PC ജോർജ് അങ്ങനെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായി വരുന്നതിനെ കുറിച്ചായിരുന്നോ സംസാരിച്ചത്? അതോ 9 MLA-മാരുള്ള KM മാണി മന്ത്രിസഭ ഉണ്ടാക്കുക, എന്നിട്ട് എന്തായിരുന്നു ബാക്കി പാക്കേജ്? എന്താണ്
മാത്രമല്ല ആ മന്ത്രിസഭയിൽ CPM പങ്കാളിത്തം വഹിക്കണം എന്ന് മാണി ആവശ്യപ്പെടുകയും അത് CPM നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു. എത്ര കാലം? 6 മാസത്തിനപ്പുറത്ത് സമ്മതിച്ചിട്ടില്ല. 6 മാസം അത് കഴിഞ്ഞ് ഇലക്ഷനിലേക്ക് പോകുന്ന തീരുമാനം. അത് വേറൊരു കടത്തിയാണെന്ന് പറഞ്ഞേക്കാം. ഇടുക്കി, കോട്ടയം സീറ്റുകൾ കേരള കോൺഗ്രസിന് പാർലമെന്റ്, പത്തനംതിട്ട സീറ്റിൽ LDFും കേരള കോൺഗ്രസ് യോജിച്ച് അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്രൻ എന്നുവരെ തീരുമാനിച്ചു. അസംബ്ലി സീറ്റിന്റെ കാര്യം മാണിയും ജോസഫും ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ഏതൊക്കെ ചോദിക്കണം, മനസ്സിലായില്ലേ, എത്ര വേണം. 25 പറഞ്ഞ മാണി ജോസഫ് പറഞ്ഞ് അവസാനം 17 വന്നായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ അതിന്റെ വിശദാംശത്തേക്ക് കടക്കുന്നില്ല. അത്രയും മാന്യം ചർച്ച എനിക്ക് കള്ളം പറയാനൊന്നും പറ്റില്ല. ഞാൻ അതിന്റെ ഒരു മാന്യത കൊണ്ട് ഏതൊക്കെ നേതാക്കന്മാർ എവിടൊക്കെ സംസാരിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയൂല. പക്ഷെ വിജയരാഘവൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഇത് പാർട്ടി ലെവലിൽ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാലും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ അറിവും സമ്മതത്തോടും കൂടി മാത്രമാണ് ചർച്ച ചെയ്തത്. CPIയുടെ പാർട്ടിയുടെ ഓഫീസിൽ പോയി ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചതാണ്. അതിന്റെ കാലം രാജേന്ദ്രൻ ആയിരുന്നില്ല, അദ്ദേഹം AITCയുടെ ഭാരവാഹിയായിട്ട് നടക്കായിരുന്നു. ഇപ്പൊ അതല്ല, മാറി. ഇപ്പൊ ഉള്ള പ്രശ്നം എന്നാ നികേഷേ, ഇപ്പം മാണി ഒരു ആർക്കും വേണ്ടാത്ത ചീഞ്ഞ് പഴുത്ത് നിൽക്കുന്ന ഒരു ആ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എ വിജയരാഘവൻ അന്ന് 25 സീറ്റ് ചോദിച്ചു, ഇടുക്കിയും കോട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു, പത്തനംതിട്ടയിൽ യോജിച്ച സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് പറഞ്ഞു, 6 മാസം മുഖ്യമന്ത്രിയാക്കാം, അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ എന്ന് പറഞ്ഞു. ഇതൊന്നും സാധാരണഗതിയിൽ പുറത്തു നിന്നുള്ള പിന്തുണയല്ല. അതിനപ്പുറത്തേക്ക് CPM കൂടി പങ്കാളിയായുള്ള ഒരു മന്ത്രിസഭയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആലോചിച്ചുറപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് അവസാന ഘട്ടത്തിൽ ജോസ് കെ മാണി ഇടപെട്ട് സംഭവം പൊട്ടിച്ചു കളഞ്ഞത്. ഇതൊക്കെ വളരെ ഉട്ടോപ്യനായിട്ട് ചിന്തിക്കണം. നമ്മൾ ഒരിക്കലും അസംഭാവ്യമായ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഇത് കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും പിന്നെ അതിന്റെ ഹൈപ്പോത്തറ്റിക്കായ പല ഭാഗങ്ങളിൽ ഒരിക്കലും CPM ഇടതുപക്ഷത്തിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഒരു താൽക്കാലികമായ കുറെ സംവിധാനങ്ങളെ കുറിച്ച് എങ്ങനെ ആലോചിക്കാം? നമുക്കൊരു കൃത്യമായ വ്യക്തമായ നിലപാടക്കാരുണ്ട്. എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷമാകാൻ പറ്റുമോ? എല്ലാ കാലത്തും ഒരു മുന്നണിയെ, ഒരു 5 വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി അതിൽ നിന്ന് ഏതെങ്കിലും ഘടകകക്ഷികളെ അടർത്തിയെടുത്ത് അവരുമായി സഖ്യമുണ്ടാക്കി മുന്നണി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഒരു കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സമീപനം ഇടതുപക്ഷത്തിനില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. പിന്നെ അതിന്റെ അകത്തുള്ള ആഭ്യന്തര സംഘർഷങ്ങളിലൂടെ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടി വരും. അത് അവിടെ നടക്കുന്ന ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ എ വിജയരാഘവൻ പറയുന്നതിൽ കഴമ്പില്ലേ? ഒന്ന്, ഒരു മന്ത്രിസഭ അട്ടിമറിക്കുന്നതോടുകൂടി ഉമ്മൻചാണ്ടിക്ക് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഗ്ലാമർ ഉണ്ടാകും. 2, CPM അതിൽ ജൂനിയർ പാർട്ട്ണറായി മന്ത്രിസഭയിൽ ചേരുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുന്ന വിഷയമായിരിക്കുമോ? CPI അടക്കമുള്ള ഘടകകക്ഷികൾ അതുമായി ചേർന്ന് പോകുമോ? അല്ല, അത് കേന്ദ്ര കമ്മിറ്റിയിൽ പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ PC ജോർജ് പറഞ്ഞ ആലോചനകളെക്കുറിച്ച്, അത് ജോർജ് പറഞ്ഞത് ശരിക്കും 100% ശരിയാണ്. അത്തരം ആലോചനകൾ നടന്നു. ഈ സീറ്റുകളുടെ കാര്യത്തിൽ സീറ്റ് വിഭജനം എന്ന് തന്നെ പറയാം. സീറ്റുകളുടെ കാര്യത്തിൽ ചില ഓഫറുകളൊക്കെ മാണിക്ക് നൽകി എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇത് എത്ര കണ്ട് യാഥാർത്ഥ്യമാവുമായിരുന്നു എന്നുള്ള ലെവലിലേക്ക് ചർച്ച പോയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അടിയന്തരമായിട്ട് CPMന് ഒരു ലക്ഷ്യം വെച്ച കണക്കുണ്ടായിരുന്നു. ആ കണക്കിലേക്ക് എത്തണമെങ്കിൽ KM മാണിയെ കൂട്ടുപിടിക്കണം. 3 സീറ്റൊക്കെ കൊടുത്താലും വേണ്ടില്ല, ആ 3 സീറ്റ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാകുമല്ലോ. അങ്ങനെയുള്ള ചില കണക്കൂട്ടലിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. പിന്നെ ഒരു മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കില്ല എന്ന് വിജയരാഘവൻ പറഞ്ഞത്, ഞാൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് അതുതന്നെയാണ്. അത് ബഹുമാനപ്പെട്ട ജോസഫ് വാഴയ്ക്കിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ജോസഫ് വാഴയ്ക്ക് ഞാനിങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാര്യമാണെങ്കിലും ഈ നമ്മൾ ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ പിണറായി വിജയനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതാണ്. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് ജോസഫ് വാഴയ്ക്കുള്ള മറുപടിയും കൂടിയാണ്. ലാവ്ലിൻ കേസ് കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല, ഇതിനകത്ത് പിണറായി വിജയനെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല എന്ന റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തതാണ്. ഉമ്മൻചാണ്ടി ആ ഗവൺമെന്റിന്റെ അവസാനം പോകുന്ന പോക്കിൽ അത് CBIക്ക് വിട്ടു. അതാണല്ലോ ഇന്ന് പിണറായി വിജയൻ പ്രതിക്കൂട്ടിലിങ്ങനെ നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം CAGയുടെ റിപ്പോർട്ട് വന്നല്ലോ വാഴയ്ക്കൻ. CAGയുടെ റിപ്പോർട്ട് അത് ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന ചില പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് ഓർക്കണം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്?
അത് ഗൗരവതരമായ റിപ്പോർട്ടാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പിണറായി വിജയൻ ശ്രമിച്ചില്ലല്ലോ. ഞാൻ പിണറായി വിജയൻ്റെ വക്കീലായിട്ട് പറയല്ല, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇത് ആരും പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് ഈ അവസരം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പ്രഖ്യാപിക്കുക മാത്രമാണ്. എന്തൊരു സുവർണാവസരമാണ് അങ്ങ് കൈവിട്ടത്. കൺട്രോളർ ഓഡിറ്റർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ കേട്ടുകേൾവിയില്ലാത്ത ചരിത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കേണ്ട വിവരക്കേടിന്റെ പര്യായം എന്നാണ് പറയാനുള്ളത്. അതായത് കൺട്രോളർ ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെക്കാളും ഒക്കെ എത്ര ഉന്നതമായ സ്ഥാനമാണെന്നറിയാമോ? അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്താണ് ആ ഓഡിറ്റർ ജനറലായിട്ട് ചാർജ് എടുക്കുന്നത്. അദ്ദേഹം ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുമെന്നാണ് പറയുന്നത്, അല്ലാതെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഭരണഘടനാ പ്രകാരം കണക്ക് അല്ലെ എന്താണ് പരിശോധിച്ചിട്ട് എതിർപ്പുള്ള അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ ആ കക്ഷി അതായത് ഉമ്മൻചാണ്ടി അറിയിച്ച് ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഫൈനൽ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല, ജസ്റ്റ് പ്രോസിക്യൂഷൻ. ആ ഉമ്മൻചാണ്ടി പ്രോസിക്യൂട്ട് ചെയ്താൽ മതി. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, അദാനിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി പിണറായി വിജയൻ അത് എടുത്തുമാറ്റി. എങ്ങനെ ജുഡീഷ്യൽ നടക്കും? ലോകത്ത് നടക്കും? നടക്കാത്ത കാര്യമല്ല പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിക്ക് മുകളിലുള്ള ആളാണ് കൺട്രോളർ ഓഡിറ്റർ ജനറൽ. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി, ഏത് ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കാന്? സുപ്രീം കോടതി ജഡ്ജിന് മുമ്പിൽ ഈ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ കാര്യം ഉന്നതമായ സ്ഥാനത്താണ് കൺട്രോളർ ഓഡിറ്റർ ജനറൽ. ഞാൻ പറഞ്ഞത് നമ്മുടെ കൽക്കരി കുംഭകോണത്തിൽ മന്ത്രിമാരെ ജോസഫ് വാഴക്കൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആൾ തന്നെയാണ് പിണറായി വിജയൻ, പുണ്യാളനൊന്നുമല്ല എന്നുള്ള താങ്കളുടെ പരാമർശത്തിന് മറുപടിയായിട്ടാണ് ജേക്കബ് ജോർജ് പറഞ്ഞത്. SNC ലാവ്ലിൻ കേസിൽ വിജിലൻസ് വിട്ട വിഷയത്തിൽ CBI കൊണ്ട് അന്വേഷണം ഏറ്റെടുപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ്. പിന്നീട് വിചാരണ കോടതി വിട്ട കേസ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ നോക്കി. എന്നാൽ വിഴിഞ്ഞം CAG റിപ്പോർട്ട് കിട്ടിയപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയൻ എല്ലാ ഘട്ടത്തിലും അട്ടിമറി ശ്രമം നടത്തുന്നില്ല, ഉമ്മൻചാണ്ടിയെ പിന്തുടർന്ന് ആക്രമിക്കുന്നില്ല. പകരം ഉമ്മൻചാണ്ടി പിണറായി വിജയനെ അങ്ങനെ ചെയ്യുന്നു എന്നാണ് ജേക്കബ് ജോർജിൻ്റെ വാദം. അല്ല, ഞാൻ ജേക്കബ് ജോർജിനോട് ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ വിജിലൻസ് വെറുതെ അങ്ങ് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പൂർണ്ണ അന്വേഷണം സത്യസന്ധമായി നടത്തി ഒരാളെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് സംശയം രേഖപ്പെടുത്തുന്നത് പോലും ശരിയല്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞത്. ജേക്കബ് ജോർജ് അത് CBIക്ക് വിട്ടുകൊടുത്തുവെങ്കിൽ പിന്നീട് അത് കോടതിയിൽ പിന്നീട് പറഞ്ഞ സർക്കാർ അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും പോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, അല്ല ജേക്കബ് ജോർജിനോട് പറയട്ടെ, ആ CBI എൻക്വയറി നടത്തി ഇദ്ദേഹത്തെ പ്രതിയാക്കി കണ്ടു, കുറ്റവാളിയാക്കി, കുറ്റപത്രത്തിൽ പേര് വന്നു. അപ്പോഴാണ് ആ കേസ് പിന്നീട് ഒരു ജുഡീഷ്യൽ അട്ടിമറിയിലൂടെ അത് അട്ടിമറിച്ചത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം വലിയ തരത്തിലുള്ള അദാനിക്ക് വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു വിഷയമായി അന്ന് CPM ഉയർത്തിയിരുന്നു. അന്ന് അത് സംബന്ധിച്ച് പ്രക്ഷോഭമുണ്ടായിരുന്നു. ആ കരാറിൻ്റെ ഘട്ടത്തിൽ തന്നെ CPM അതിനോട് വലിയ തോതിലുള്ള വിയോജിപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ CAG അതൊരു വെളിപ്പെടുത്തലായി കണ്ടെത്തലായി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അതിനോട് എതിർപ്പില്ല എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. അത് ശരിയല്ല. നമ്മൾ കാണേണ്ടത് വെച്ചാല് വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് CMTG ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ആ നിലയിൽ തന്നെയാണ് CPM കണ്ടിട്ടുള്ളത്, കേരള ഗവൺമെന്റ് കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി CPM എങ്ങനെ ഗൗരവമായി കാണുമ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണോ പ്രഖ്യാപിക്കേണ്ടത്? എല്ലാ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിക്കുമ്പോൾ അതിനൊന്ന് വെയിറ്റ് കിട്ടാൻ പറയും കേരള ഹൈക്കോടതി ജഡ്ജിയെ തേടുമെന്ന്. കേരള ഹൈക്കോടതി എന്നല്ല, ഒരു കോടതിയും ജഡ്ജിയെ തരില്ല എന്ന് അറിയുന്നവരല്ലേ CPM? CMTG റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മുടെ വ്യവസ്ഥാപിതമായ ഒരു പ്രവർത്തന രീതി, ഒരു CMTG റിപ്പോർട്ട് വന്നാൽ ആ CMTG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട രക്ഷകൾ നോക്കി പരിശോധിക്കാനുള്ള ഒരു സംവിധാനം, വ്യവസ്ഥാപിത സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അത് അസംബ്ലിയാണ്, പാർലമെന്റ് ആണ്, അതിന്റെ PSC ആണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അത് പരിശോധിക്കുക. അത് വ്യവസ്ഥാപിതമായ പരിശോധനയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും എടുക്കുക എന്നുള്ള ജനാധിപത്യത്തിൽ CMTG റിപ്പോർട്ടിനെ സംബന്ധിച്ച് PSC ആണ്. അത് സാധാരണയുള്ള ഒരു സംഗതിയാണ്. അസാധാരണത്വം ഉണ്ടാകുമ്പോഴാണ്
മറ്റന്വേഷണങ്ങളിലേക്ക് അല്ല, പോകുന്നത്. PSC എന്ന് പറയുന്നത് നിയമസഭയുടെ അടുത്ത ഘട്ടമാണ്, അതിന്റെ സ്വാഭാവികമായ സാങ്കേതിക ഘട്ടമാണ്. ശ്രീ ജേക്കബ് ജോർജ്, എനിക്ക് സമയക്കുറവുകൊണ്ടുള്ള ചോദിക്കുകയാണ്, ഇത് ഒത്തുകളിയാണോ? എന്തൊക്കെ രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത്? ഉമ്മൻചാണ്ടി മുന്നോട്ട് പോകുന്നു, ഇനി ഒരിക്കൽ കൂടി ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി KM മാണിയെ മുഖ്യമന്ത്രിയാക്കി 6 മാസക്കാലം അങ്ങനെ ഒരു സർക്കാർ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിങ്ങളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താം, ആ സമയത്ത് 17 സീറ്റ് തരാം, 3 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ തരാം എന്ന നിലയിലുള്ള ധാരണ. ഇപ്പോൾ വിഴിഞ്ഞം സംബന്ധിച്ച് PC ജോർജ് ആരോപിക്കുന്നത് രണ്ടു കൂട്ടർക്കും അക്കാര്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്നാണ്. അല്ലല്ല, വിഴിഞ്ഞം കാര്യത്തിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത്. അതിന് തടസ്സം നിൽക്കരുതെന്ന് ഈ ഗവൺമെന്റും ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇനിയും വിജിലാഹം പറഞ്ഞ പോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ടല്ലോ, വിജിലൻസ് ഈ CAG റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എല്ലാ കണക്കുകളും നോക്കിയിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കേണ്ടത് PSC ആണ്. പിന്നീട് ലാവ്ലിൻ കേസ് കൊണ്ടുവന്നത് CBIക്ക് വിട്ടത് പിണറായി വിജയൻ ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരരുത് എന്ന് എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ ജേക്കബ് ജോർജ് ഞാൻ ചുരുക്കുന്നത്. വളരെ നന്ദി ശ്രീ ആന്റണി രാജു, ജേക്കബ് ജോർജ്, ജോസഫ് വാഴക്കൻ, A വിജയരാഘവൻ, പ്രകാശ് ബാബു, PC ജോർജ് ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.